ഈ പിന്മാറുന്നവരോട് ഞാനൊരു കാര്യം പറയാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പോയി, പ്രസാദം പോയി. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറിയാൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല. ഹല്ലേലൂയ. പിന്മാറാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങളിലൂടെ ജീവിച്ച ഒട്ടനവധി ആളുകളുണ്ട്. നഷ്ടങ്ങളിലൂടെ ജീവിച്ചവര്. ഈ പാസ്റ്റർ CS മാത്യു എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. കരിയംപ്ലാവിൽ WME സഭകളുടെ സ്ഥാപകൻ പാസ്റ്റർ CS മാത്യു. അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. 11 മക്കളിൽ 8 മക്കൾ മരിച്ചുപോയി. 8 മക്കൾ. ഈ 8 മക്കൾ മരിച്ച ആ ഒരു ദുഃഖത്തിലൊക്കെ ഈ കർത്തൃദാസൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് കൊടുത്ത ചില വരികൾ അദ്ദേഹം എഴുതി വെച്ചു. സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അതിന്റെ അനുപല്ലവി യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നുരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ആരാ ഇത് പറയുന്നത്? ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് അപ്പനും അമ്മയും മരിക്കും, മക്കളടക്കണം. അതാണ് ക്രൈസ്തവ പാരമ്പര്യം. പക്ഷെ ജീവിച്ചിരിക്കുന്ന അപ്പൻ 8 മക്കളുടെ ശവശരീരം അടക്കി. 8 മക്കളെ അടക്കി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയുക, സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്രയിൽ പ്രാകൃതരായ ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. അങ്ങനെയുള്ളവരാണ് ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കേണ്ടത്. അങ്ങനെയുള്ളവരാ ഇവിടെ എഴുന്നേൽക്കേണ്ടത്. മണ്ണെ പ്രതി മാണിക്യം വെടിയാത്തവർ. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, നഷ്ടങ്ങളിലും പതറിയിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഇതാ നമ്മുടെ വെളിപ്പാട്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കാനല്ല. ഞാൻ ചില കുടുംബങ്ങളോട് ആത്മാവിൽ പറയാം, നിനക്ക് നേരെ വരുന്ന ഒരു പ്രശ്നം കൊണ്ടും നീ തളരത്തില്ല, നീ തകർക്കപ്പെടത്തുമില്ല. ഞാൻ കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും നമുക്ക് ശവപ്പെട്ടി പണിയത്തില്ല. അതിനപ്പുറത്തൊരു ദൈവിക പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മടുപ്പല്ല വേണ്ടുന്നത്, പിന്മാറ്റത്തെ കുറിച്ച് വഴിയാരായുകയല്ല വേണ്ടുന്നത്. അതിന്റെ പിന്നിൽ ഈ പഴയ പാമ്പുണ്ട് കേട്ടോ. മടുപ്പിക്കുന്നതിന്റെ പിന്നിൽ പഴയ പാമ്പുണ്ട് കേട്ടോ. വേദനിപ്പിക്കുന്നതിന് പിന്നിൽ പഴയ പാമ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വിട്ടുപോകാൻ നിന്നോട് കൂടെ കൂടെ പറയുന്നത് ഈ പഴയ പാമ്പാണ് കേട്ടോ.
നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പണം വിടർത്തിയൊന്നും ആയിരിക്കത്തില്ല ഇത് വരുന്നത്. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുപ്പാൻ സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. തോന്നലൊക്കെ ആയിട്ട് ഇതൊക്കെ വരാം കേട്ടോ. പക്ഷെ പഴയ മറ്റേ പുള്ളിയുടെ ഒരു പകർച്ചയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് പോയി പെട്ടുപോകരുത്. ഈ രാത്രി ആത്മാവിൽ പറയണം, എന്റെ കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഇതാണ് ക്രൈസ്തവ മാർഗം. സഭാപിതാവെ തെർത്തുല്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദി സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ഹല്ലേലൂയ. രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് 10,000-കണക്കിന് ദൈവഭക്തന്മാർ ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ പിന്മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. മേഴ്സിയായെ പോലെയുള്ള, സിംബോറോസിനെ പോലെയുള്ള ധീരരായിട്ടുള്ള രക്തസാക്ഷികൾ, ഇഗ്നേഷ്യസിനെ പോലെയുള്ള, പോളികാർപ്പിനെ പോലെയുള്ള ധീരന്മാരായ രക്തസാക്ഷികൾ, അങ്ങനെ എത്ര രക്തസാക്ഷികൾ. അവരെ മടുപ്പിക്കുന്ന സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, അവരുടെ പ്രാണന് നേരെ വാൾ ഉയരാഞ്ഞിട്ടല്ല, അഗ്നിനാളങ്ങൾ അവരെ പുൽകാഞ്ഞിട്ടല്ല, ഇതെല്ലാം ഉണ്ടായിട്ടും അവർ യേശുവിന് വേണ്ടി നിന്നു. അങ്ങനെയുള്ള ഒരു തലമുറയാണ് കർത്താവിന് വേണ്ടുന്നത്. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. അപ്പൊ ഏകാഗ്രത വിട്ട് തകർക്കുന്ന പഴയ പാമ്പ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ജാതികളെ വഞ്ചിക്കുന്ന പഴയ പാമ്പ് എന്ന് വായിക്കുന്നുണ്ട്. ജാതികളെ വഞ്ചിക്കുന്ന, ഉണ്ടോ? വഞ്ചിക്കുന്ന പ്ലാനോസ് ആണത്. പ്ലാനോസ്, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഈ വ്യാപാര ശക്തി. ഹല്ലേലൂയ. ഈ വഞ്ചനയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചലച്ചിത്രങ്ങളോ വീഡിയോസോ അങ്ങനെയൊന്നുമല്ല. അത് മാത്രമൊന്നുമല്ല, ഇതിന് പിശാച് അവലംബിക്കുന്ന പല രീതികളുണ്ട്. അത് തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ വാക്യം, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. നിങ്ങൾ അതിനെ മുഴുവൻ ഒന്ന് കണക്ട് ചെയ്തോണം. 4 കാര്യങ്ങളാണ് പറയുന്നത്. വ്യാജമായ സകല ശക്തി, വ്യാജമായ അടയാളം, വ്യാജമായ അത്ഭുതങ്ങൾ, വ്യാജവഞ്ചന. എല്ലാ അത്ഭുതങ്ങളും അത്ഭുതങ്ങളല്ല, പലതിന്റെയും പിന്നിൽ വ്യാജ വ്യാപാരമാണ്. എല്ലാ ശക്തികളും ശക്തിയല്ല, പലതിന്റെയും പിന്നിൽ വ്യാജ ശക്തിയാണ്. തെറ്റിച്ചു കളയുന്ന ആമേൻ ഇവയുടെ വ്യാപാരം. അതുകൊണ്ട് ഞാൻ പറയാം, ജീവിതമില്ലാത്ത പ്രവചനത്തിലും ജീവിതമില്ലാത്ത അത്ഭുതങ്ങളിലും ഒന്നും പോകരുത്. അതിന്റെ പിന്നിൽ വ്യാജ വ്യാപാരമാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ശമരിയിൽ ഭയങ്കര റിവൈവൽ നടക്കുക. പത്രോസും യോഹന്നാനും കൈവച്ചവർ മുഴുവൻ അന്യഭാഷ പറഞ്ഞു. പക്ഷേ 2 പേരും കൈവച്ചിട്ട് അന്യഭാഷ പറയാത്ത ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ പേരാ ശീമോൻ. ഈ പുള്ളി ചെക്ക് ലീഫുമായിട്ട് അപ്പോസ്തലന്മാര് താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ഇഷ്ടം പോലെ എഴുതിയെടുത്തോ, പക്ഷെ എനിക്കിതിൽ ഇച്ചിരി വേണം. അപ്പോസ്തലൻ അവരെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ വഞ്ചനയിലും ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് ഈ കാര്യത്തിൽ പങ്കുമില്ല, ഓഹരിയില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ കൈപ്പുള്ള പകയിലും അനീതിയുടെ വഞ്ചനയിലും ഇരിക്കുന്ന ഒരുത്തനും അവിടുത്തെ നിറവുകൾ കൈമാറ്റം ചെയ്യത്തില്ല. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയം പറ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. കൈപ്പുള്ള പകയിലും അനീതിയുടെ വഞ്ചനയിലും ഇരിക്കുന്ന ഒരുത്തനും കർത്താവിന്റെ ആത്മാവിനെ പകരാൻ പറ്റില്ല. ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും പുള്ളികൾ അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അന്യഭാഷയല്ല, അന്യായ ഭാഷയാ. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഷിബു എസ് നായർ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ പോലീസ് സ്റ്റേഷന്റെ ജയിലിലെ ഭിത്തിയിൽ ചാരിയിരുന്നു കൊണ്ട് കയ്യിൽ വിലങ്ങണിഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഏതോ ഒരു മഹാൻ അന്യഭാഷയുടെ അർത്ഥം വരെ AI വെച്ച് കണ്ടുപിടിച്ച് പുള്ളി പോസ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞ ഒറിജിനലാണെന്നാ പുള്ളി പറയുന്നത്. സംഗതി ശരിയായിരിക്കും. ഏതോ ഒരു ഇരുത്തം വന്ന ദൈവദാസനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അയാളുടെ അന്യഭാഷ ആ സിറ്റീസ് ഈ പുള്ളി വെച്ച് കാച്ചിയതാ. പക്ഷെ നമുക്ക് ഈ അന്യഭാഷയൊക്കെ ഒന്ന് കേട്ടാൽ മതിയല്ലോ. നമ്മൾ ഇയാൾക്ക് ജീവിതമുണ്ടോ, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാ, ഇയാൾ എവിടുന്നാ വരുന്നത്, ഇതൊന്നും നമുക്ക് വിഷയമല്ല. എവിടെ വിടുതലുണ്ടോ അവിടെ പോകും. അങ്ങനെയാ നമ്മുടെ രീതി. അന്യഭാഷകളല്ല, അന്യഭാഷകളല്ല, പലതിന്റെയും പിന്നിൽ വ്യാജ വ്യാപാരമാണ്, വഞ്ചനയാണ്. സ്തോത്രം 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 സ്തോത്രം. അത് ഈ 1 തിമോഥെയോസ് ലേഖനം 4:1 പറയുന്നുണ്ട്. അത്
ഞാൻ എല്ലാം പറയുന്നില്ല, അത് ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഡിവോട്ടിംഗ് ദംസെൽസ് ടു സ്പിരിറ്റ് ഓഫ് ഡിസപ്ഷൻ ആൻഡ് ഫോളോയിങ് ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻ ആൻഡ് തിയറീസ്. കേട്ടോ, ദൈവവചനത്തിലൊന്നുമല്ല, പരിശുദ്ധാത്മാവിലൊന്നുമല്ല, ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻ. ഞാൻ പറയാം, ഏത് വെളിപ്പാട് കേട്ടാലും ബൈബിളികമായിരിക്കണം. ടെർമിനോളജികൾ പുസ്തകത്തിന് അനുസാരമായിരിക്കണം. അതിനപ്പുറത്ത് വന്നാൽ സംഗതി ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻ ആണ്. അതിന്റെ പിന്നിലെ വ്യാപാര ശക്തി ഇതാണ്. എന്റെ പൊട്ടക്കല്ല രാമേ പറ. ഞാൻ പറഞ്ഞത് പഴയ പാമ്പ് ഭയങ്കര സജീവമാണ്. ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ടതാ. ആമേൻ. ഈ നമ്മള് വായിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിച്ച് കളയേണ്ടതിന്. അങ്ങനെ കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിച്ച് കളയേണ്ടതിന്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇസബേൽ എന്ന സ്ത്രീയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പാചരിപ്പാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഈസബേൽ എന്ന സ്ത്രീ, അതൊരു വ്യാപാരമാണ്. സ്ത്രീ എന്ന് പറയുമ്പോ അതൊരു സ്ത്രീ എന്ന് നിങ്ങൾ കാണരുത്, അതൊരു വ്യാപാര ശക്തിയാ. ദുർനടപ്പാചരിച്ചോളൻ കുഴപ്പമില്ലെന്ന്, വിഗ്രഹാർപ്പിതം തിന്നോളൻ കുഴപ്പമില്ലെന്ന് സ്വാധീനിക്കുന്ന ഒരു വ്യാപാര ശക്തി ഇന്ന് രാത്രി സകല പാപത്തിന്റെയും പിന്നിൽ, സകല അനീതിയുടെയും പിന്നിൽ, സകല കൊള്ളരുതായ്മയുടെയും പിന്നിൽ, സകല അകൃത്യത്തിന്റെയും പിന്നിൽ, സകല ദൈവവചന വിരുദ്ധമായ യാത്രകളുടെയും പിന്നിൽ ഈ വ്യാപാരമാണെന്ന് തിരിച്ചറിയാൻ ഹല്ലേലൂയ. ഇതൊക്കെ സെൻസ് ചെയ്യണം കേട്ടോ. മക്കളിൽ ഇതൊക്കെ ഉണ്ടോന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. സദൃശ്യവാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൾ വീട്ടുകാരുടെ പെരുമാറ്റത്തെ സൂക്ഷിച്ചു നോക്കുന്നു. സൂക്ഷിച്ചു നോക്കണം കേട്ടോ. സ്തോത്രം. സൂക്ഷിച്ചു നോക്കണം. ഇന്ന് ഞങ്ങളുടെ ചർച്ചില് ഞാനൊരു 20 മിനിറ്റ് നേരത്തെ ആരാധന നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പേരൻസിനോടുള്ള നിർദ്ദേശങ്ങൾ. എല്ലാം ഒന്നും പൊതുവിൽ പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആരാധന 3 മണിക്കൂർ ലൈവാണ്. അതുകൊണ്ട് അത് ലൈവിൽ പറയാൻ പറ്റത്തില്ല. ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ആരാധനയാണ്. അതുകൊണ്ട് എല്ലാം ഒന്നും ടി വിയിൽ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് വീട്ടിലുള്ളവരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കണം കേട്ടോ. ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ പഴയ പാമ്പ് കടിച്ചതിന്റെ അതിന്റെ വിഷം പുറത്തേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാകും ചിലതൊക്കെ കേട്ടോ. ഇന്ന് രാത്രി തിരിച്ചറിയണം, തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം. കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതെ വേഗം ചികിത്സിക്കണം. ഇവിടെ പഴയ പാമ്പ് കടിച്ചതിനൊരൊറ്റ പരിഹാരമാണ് പറയുന്നത്, മനുഷ്യപുത്രനെ ഉയർത്തണം. ഈ മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ദൈവിക പദ്ധതിയാണ്. കുറഞ്ഞ പക്ഷം 3 വിധത്തിലെങ്കിലും മനുഷ്യപുത്രനെ ഉയർത്തുന്നതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന്, അത് കുരിശിലെ മരണം മനുഷ്യപുത്രനെ ഉയർത്തുക. യോഹന്നാൻ 8:28, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. അവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ക്രൂശ് മരണമാണ്. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം അങ്ങ് ഗോൽഗോഥായിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ക്രൂശിൽ കർത്താവ് ഉയരുന്ന കാര്യമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം, അപ്പൊ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടുന്ന ഒരിടം കുരിശാണ്. അത് ഒരിക്കൽ സംഭവിച്ചു. പീലാത്തോസിന്റെ ഗബഥ എന്ന കൽത്തളം മുതൽ ഗോൽഗോഥ വരെ തകർന്നും വീണും, സ്തോത്രം, അടിക്കപ്പെട്ടും മുറിയപ്പെട്ടും കർത്താവായ യേശു ക്രിസ്തു ഇരുകള്ളന്മാരുടെ നടുവിൽ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടവനായി, സൗന്ദര്യം ഇല്ലാത്തവനായി, ധരിക്കപ്പെട്ടവനായി കർത്താവായ യേശു ക്രിസ്തു ആ കുരിശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആമേൻ. യെശയ്യാ പ്രവചനം പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ഹല്ലേലൂയ. ഡി മൈനർ. കണ്ടാൽ സി മൈനർ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവിടുന്ന് തകർക്കപ്പെട്ടു. കർത്താവിന്റെ ദാസൻ ബ്രദർ അനിൽ പാടിയൊരു പാട്ടുണ്ട്, കണ്ടാലോ ആളറിയുകില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ
നിറഞ്ഞൊഴുകിയിടുന്നു. ആളല്ലേ? അതെ, കണ്ടറിയില്ല. കോലഞ്ചേരിയിൽ ഇറച്ചിക്കടയിൽ ചെന്ന് ഇറച്ചി വാങ്ങാൻ നിൽക്കുമ്പോ ഇറച്ചിക്കുറങ്ങ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ആളാണ്, പക്ഷെ ആളല്ല എന്ന് തോന്നുന്നത് പോലെ ആബാധ ചൂടം തകർക്കപ്പെട്ട് കിടക്കുകയാണ്. അതായി പറയുന്നത്. കണ്ടാൽ ആളറിയത്തില്ല, ഉഴവുചാൽ പോലെ തകർന്നിരിക്കുന്നു. ആ ക്രൂശ് മരണം യോഹന്നാൻ 8 പറയുന്നു, മനുഷ്യപുത്രനെ ഉയർത്തിയതാണ്. മനുഷ്യപുത്രനെ ഉയർത്തിയതാണ്. ഈ മനുഷ്യപുത്രനെ ഉയർത്തിയ രണ്ടാമത്തെ ഉയർപ്പ് മരണത്തിന്റെ അപ്പുറത്ത് സ്വർഗത്തിൽ സകലത്തിനും ഇത് ഉയർത്തിയത്. എഫേസ്യ ലേഖനം 1:20-21 അത് വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സർവത്തിനും മീതെ അവനെ ഇരുത്തുകയും. എല്ലാറ്റിനും മീതെ യേശു. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ യേശു ഉയരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയല്ല, ഇനി വേറെ എന്തേലും കൂടെ വന്നാലും അതിനപ്പുറത്ത് എന്തേലും കൂടെ വന്നാലും മനുഷ്യൻ ഉള്ളോടത്തോളം കാലം മനുഷ്യൻ വാതുറന്ന് വിളിക്കാനിരിക്കുന്ന എന്തെങ്കിലും ഒരു നാമമുണ്ടെങ്കിൽ മനുഷ്യൻ ഉച്ചരിക്കുന്ന ആ നാമത്തിനും മീതെ യേശുവിനെ ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വർഗോന്നതികളിലേക്ക്. എഫേസ്യ ലേഖനം 4 വായിക്കുന്നു, സ്വർഗാദി സ്വർഗത്തിനും മീതെ, സ്വർഗമല്ല സ്വർഗാദി സ്വർഗവുമല്ല, അതിനും മീതെ, എല്ലാറ്റിനും മീതെ അവിടുന്ന് ഉയർത്തപ്പെട്ടു. അപ്പൊ കുരിശിൽ ഉയർത്തപ്പെട്ടു, ഉയർപ്പിൽ അവിടുത്തെ പുനരുത്ഥാനത്തിൽ കർത്താവ് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. ഈ മൂന്നാമത്തെ വിഷയം സുവിശേഷീകരണം കേട്ടോ. യോഹന്നാൻ 12:32, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ചില ആളുകളൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ യോഗം നടത്തിയാൽ എത്ര കുടുംബം രക്ഷിക്കപ്പെട്ടു? ഇതാണ് സഭയിലെ ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം യോഗം നടത്തിയില്ലേ പാസ്റ്ററെ? 1.5 ലക്ഷം രൂപ ചെലവായല്ലോ, എത്ര കുടുംബം രക്ഷിക്കപ്പെട്ടു? അച്ഛാ, യോഗം നടത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, രക്ഷിക്കുക എന്നുള്ളത് കർത്താവിന്റെ ഉത്തരവാദിത്വം. നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ചെയ്യുക, കർത്താവ് ചെയ്യാനുള്ള ജോലി കർത്താവ് ചെയ്തോളൂ. ഇവിടെ അങ്ങനെ വായിക്കുന്നത്, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആരാ ആകർഷിക്കുന്നത്? കർത്താവ്. നമ്മുടെ പരിപാടി എന്നാ? ഉയർത്തുക. സ്തോത്രം. ടൈറ്റസും സഹോദരങ്ങളെല്ലാം കൂടെ ലോകത്തിന്റെ പല ഇടങ്ങളിൽ നിന്ന് സ്തോത്രം ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് സ്തോത്രം യേശുവിനെ ഉയർത്തുക. നമ്മുടെ ഡ്യൂട്ടി അത്രേ ഉള്ളൂ, യേശുവിനെ ഉയർത്തുക. ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് വിത്ത കേട്ടോ, ഇത് വിത്ത. ഇത് ഈ ഗ്രൗണ്ട് JCB ഒക്കെ കയറ്റി വളരെ കാര്യമായിട്ട് ഒരുക്കിയിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട് മണ്ണൊക്കെ ഇട്ടതുപോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം അല്ലേ? മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി എടുത്തതാ. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് ഈ പന്തൽ ഇവിടെ നിന്ന് അഴിച്ചാൽ 2 മഴ പെയ്യട്ടെ, ഇവിടെ എല്ലാം കിളിർത്ത് നിൽക്കുന്നത് കാണാം, പച്ച പുല്ല്. ആരെങ്കിലും ചോദിക്കുക, എടാ ഇതൊക്കെ എങ്ങനെയാ ഇവിടെ വന്നത്? മണ്ണിട്ടടത്ത് എങ്ങനെയാ പുല്ല് കിളുക്കുന്നത്? ആരാ കൊണ്ട പുല്ലിന്റെ വിത്തിട്ടത്? വിത്തിടേണ്ട സംഗതി ഇവിടെ ഉണ്ട്. അത് കിളുക്കാൻ ഒരു സാഹചര്യം വന്നപ്പോൾ അത് കിളിർത്തു. ഇതുപോലെയാണ് ദൈവവചനം. നമ്മൾ വിതച്ചാൽ മതി, ഒരിക്കൽ ഇത് കിളിർക്കും. ആ വെളിപ്പാടുള്ളവർ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. വിതച്ചാൽ മതി എന്ന് ഒരിക്കൽ ഇത് കിളിർക്കും. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ട്രാക്ട് കൊടുത്ത് സ്തോത്രം വീടുകളൊക്കെ കയറി ഇടത്തു നിന്നൊക്കെ എത്രയോ വീടുകളിൽ നിന്ന് ദൈവം ആത്മാക്കളെ രക്ഷിച്ചേക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. ചില വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇറക്കി വിട്ടിട്ട് 20 വർഷം കഴിയുമ്പോൾ അറിയുക ആ വീട്ടിൽ നിന്ന് ചിലര് രക്ഷിക്കപ്പെട്ടെന്ന്. അന്ന് വിതച്ച വിത്ത. അയ്യോ, വിതച്ചിട്ടാ മതി, ഇത് കിളിർത്തോളും. ഞാൻ പറയാം, നമ്മൾ ഇതിന്റെ റിസൾട്ടിനെ അന്വേഷിക്കേണ്ട. റിസൾട്ട് കർത്താവിന്റെ കയ്യിൽ ഇരിക്കുക. വിതച്ചാ മതി, വിതച്ചാ മതി. ജീവനുള്ള കാലത്തോളം സ്തോത്രം ഇത് ചെയ്യണം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു പഴയ പാട്ട് വന്നേ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ.
ഹല്ലേലൂയ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കുക. ഇതുപോലെ ജീവനുള്ള കാലത്തോളം യേശുവിനെ ഉയർത്തണം. ആമേൻ. ഈ യേശുവിനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ കാണും. ഒന്ന്, മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തെ വെളിപ്പെടുത്തുക. മരിക്കേണ്ടവനല്ലെന്നേ കർത്താവ്. നമ്മൾ പണ്ട് പാടിയിട്ടില്ലേ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നെന്ന്. മരണമില്ലാത്തവൻ, പക്ഷേ അവിടുന്ന് മരിക്കാൻ ഇറങ്ങി വന്നു. എബ്രായലേഖനത്തിൽ പറയുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മരണമില്ലാത്തവന്, പക്ഷെ മക്കൾ മരണമുള്ളവരായതുകൊണ്ട് നമ്മുടെ കർത്താവ് മരണമില്ലാത്തവൻ മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു, മരിക്കാൻ ഇറങ്ങി വന്നു. സ്തോത്രം. മരിക്കേണ്ടാത്തവനാണ്, പക്ഷെ മരിക്കാൻ ഇറങ്ങി വന്നു. ഭാവിയോട് പറയണം, വാ, യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. ഈ സന്ദേശം പറയുമ്പോ, ക്രൂശിലെ കഷ്ടാനുഭവത്തെ വെളിപ്പെടുത്തുമ്പോ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിന്റെ കാരണം നിങ്ങൾ അറിയണം, ഇതുപോലെ മരിച്ച ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. സാമൂഹിക പരിഷ്കർത്താക്കൾ ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പാപികൾക്ക് വേണ്ടി മരിച്ചവൻ വേറെ ആരുമില്ല. അത് യേശു മാത്രമാണ്. ലോകം കേൾക്കെ അത് ഉയർത്തണം. അവിടെയാണ് മനുഷ്യപുത്രനെ ഉയർത്തുന്നത്. അപ്പൊ ഒന്ന്, അവിടുത്തെ കഷ്ടാനുഭവത്തെ വെളിപ്പെടുത്തണം. 2, യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാര പദ്ധതിയെ വെളിപ്പെടുത്തണം. അവിടെ നമ്മൾ യേശുവിനെ ഉയർത്തുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഒന്നിച്ചൊന്ന് പറഞ്ഞ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഒറ്റ നാമം, യേശു. ഇത് പറയുമ്പോ നമ്മൾ മനുഷ്യപുത്രനെ ഉയർത്തുകയാണ്. രക്ഷിക്കാൻ വേറെ ആരുമില്ലെന്ന്, രക്ഷിക്കാൻ വേറെ ആരുമില്ലെന്ന്, രക്ഷിക്കാൻ വേറെ ആരുമില്ലെന്ന് നമ്മൾ ലോകത്തോട് പറയുമ്പോൾ മനുഷ്യപുത്രനെ ഉയർത്തുക. ഹല്ലേലൂയ. നിർഭാഗ്യവശാല് നമ്മുടെ മെസ്സേജൊക്കെ ഒത്തിരി മാറിപ്പോയി പ്രിയരെ. പണ്ട് കാലഘട്ടത്തിൽ ലൈനറേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഡിജിറ്റൽ മിക്സർ ഒന്നും ഇല്ലായിരുന്നു. 4 കോളാമ്പി 20ന്റെ അഹൂജയുടെ ഒരു ആമ്പും ഉണ്ടായിരുന്നെങ്കിൽ വലിയ കൺവെൻഷനാണ്. പ്രസംഗിക്കാൻ പറ്റുന്നവർക്ക് മോനിറ്റർ ഒന്നും വേണ്ട. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം തന്നെ പറഞ്ഞു, ജസ്റ്റിനെ അതൊന്ന് തിരിച്ചു വെച്ച് ഇതൊന്ന് കൂട്ടിക്കേ. മറ്റേത് 4 കോളാമ്പി വെച്ച് കേൾക്കുമ്പോ ഇതൊന്നും ഇല്ല. അങ്ങ് പ്രസംഗിക്കുക, അങ്ങ് പ്രസംഗിക്കുക. അയ്യോ, കൂടിയിട്ടില്ല യോഗങ്ങള്. ഒരു ഹാർമോണിയം പെട്ടിയും ഒരു ട്രിപ്പിളും ഒരു തബലയും ഒരു ടാമറിനും ഓർക്കസ്ട്രേഷനായി. എന്തൊരാവേശമായിരുന്നു ആ സമയത്ത്. സന്ദേശത്തിന് പോലും ഒരു ഘനമുണ്ടായിരുന്നു. ഓൾട്ടർ കോൾ ടൈമിലൊക്കെ പാടുന്ന പാട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. അതിന്റെ അനുപല്ലവിയുണ്ട്. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും, എങ്ങനെ നീ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ നീ ലോകം വിട്ടു പോകും. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഉള്ളത് പറഞ്ഞാൽ ഈ പാട്ടൊന്നും ഇന്നിന്റെ ജനറേഷൻ അറിയില്ല.
ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം മാറി, മെസ്സേജും മാറി. ഇപ്പൊ നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ ലൈനറൊക്കെ വേണം, ഡിജിറ്റൽ മിക്സറൊക്കെ വേണം. നമ്മൾ ചോദിക്കും ആരാ സൗണ്ട്? അത് കുഴപ്പമില്ല, ചിലടത്ത് എന്ന് ഹലോ എന്ന് വെച്ചാൽ അളിയാന്നാ കേൾക്കുന്നേ. അപ്പൊ എന്തോ ചെയ്യാനാണ്, പ്രസംഗിക്കണ്ടായോ? അപ്പൊ ചോദിച്ചു പോകും ആരാണ് സൗണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ സിസ്റ്റം മാറി, പ്രസംഗം മാറി. എന്റെ പ്രിയരെ, കാലം എത്ര മാറിയാലും യേശുവിനെ ഉയർത്തണം. റമഡി മുഴുവൻ യേശുവിലാണ്. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം കർത്താവായ യേശുവിൽ മാത്രമാണ്. മാർട്ടിൻ ലൂതറിന്റെ നവീകരണത്തിന്റെ 5 കാഹളങ്ങൾ ഉണ്ടായിരുന്നു. സോള ക്രിസ്റ്റോസ്, ക്രൈസ്റ്റ് അലോൺ, സോള ഫിഡെ, ഫെയ്ത്ത് അലോൺ, സോള ഗ്രേഷ്യ, കൃപ മാത്രം. ഇതുപോലെ ഇന്ന് രാത്രി അറിയണം, അറിയണം, അറിയണം. രക്ഷപ്പെടണോ? പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ? സകല ദുരന്തങ്ങളിൽ നിന്ന് പുറത്തു വരണോ? ഒരൊറ്റ മാർഗം, ക്രൈസ്റ്റ് അലോൺ. പവർ ഓഫ് ഗാഡ്, പവർ ഓഫ് ഗാഡ്, ക്രിസ്തു മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ഒരു നാണക്കേടിന്റെ ആവശ്യമില്ല. എബ്രായ ലേഖനം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ യേശുവിനെ കുറിച്ച് പറയുന്ന കുറെ വാക്കുകളുണ്ട്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. പവിത്രൻ സമം ഹോളി, നിർദോഷൻ സമം ഇന്നസെന്റ്, നിർമ്മലൻ സമം ഫോൾട്ട്ലെസ്, പാപികളോട് വേർപെട്ടവൻ സമം നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിനേഴ്സ്. തന്റെ ഇടത്തോടെ ഉയർത്താം കേട്ടോ, തന്റെ ഇടത്തോടെ ഉയർത്താം, എവിടെയും ഉയർത്താം. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ദുരന്തങ്ങൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശു ഉയരണം. തലമുറകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ യേശു ഉയരണം. ജീവിതത്തിന്റെ വൈഷമ്യങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ യേശു ഉയരണം. യേശു ഉയരണം. രാധാമന ഹതന സകതനെ ശാന്തൽ ജന സകതന. യേശു ഉയരണം, യേശു ഉയരണം, യേശു ഉയരണം. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, യേശു ഉയരണം. സഹോദരങ്ങളെ, വീടിനകത്ത് യേശു ഉയരണം കേട്ടോ. നിങ്ങൾ പറയാം ഞങ്ങളുടെ ചർച്ച ശരിയല്ലെന്ന്. ചർച്ച എന്തിനാ? ചർച്ച എന്തിനാ നോക്കുന്നേ? ഒരാഴ്ചയിൽ 168 മണിക്കൂറുണ്ട് കേട്ടോ, 168 മണിക്കൂർ. അതിൽ ചർച്ചിന് 3 മണിക്കൂറേ ഉള്ളൂ. ബാക്കി 164 മണിക്കൂർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ യേശുവിനെ ഉയർത്തിക്കാട്ടേണ്ടത് ആരാണ്? ആരാണ്? നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 22-ാമത്തെ വയസ്സിലും 25-ാമത്തെ വയസ്സിലും ചെറുക്കൻ കഞ്ചാവ് അടിക്കുമ്പോ വെപ്രാളപ്പെട്ടാ പോരാ. ചെറിയ പ്രായത്തിൽ അവന് യേശുവിനെ പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ മനുഷ്യാന്വേഷണവും മനുഷ്യന്റെ ദൈവാന്വേഷണവും യേശുവാ. പറഞ്ഞു കൊടുക്കണം കേട്ടോ. ദൈവത്തിന്റെ മനുഷ്യാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകേണ്ടത് യേശുവിനെ പോലെയാ. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻനിയമിച്ചെന്ന് നമ്മൾ യേശുവിനെ പോലെ ആകണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലീകരിക്കണം. നമ്മൾ യേശുവിനെ പോലെയാകണം. 1 യോഹന്നാൻ 3:3 ഞാൻ പറഞ്ഞത്. നമ്മൾ യേശുവിനെ പോലെയാകണം. അപ്പം ദൈവത്തിന്റെ മനുഷ്യാന്വേഷണം ആരാണ്? യേശു. മനുഷ്യന്റെ ദൈവാന്വേഷണം ആരാണ്? യേശു. ദൈവത്തെ കാണണോ? യേശുവിനെ നോക്ക്. അതാ പൗളൊക്കെ പറഞ്ഞത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതാ യോഹന്നാൻ പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്തണം. വീടിനകത്തൊക്കെ യേശുവിനെ ഉയർത്തണം. ഞാൻ വീണ്ടും പറയാം, മക്കളുടെ മുൻപിൽ യേശുവിനെ ഉയർത്തണം. അഭിനയത്തിന്റെ സ്പിരിച്വാലിറ്റി താഴെ വെക്കണം.
ഞങ്ങളൊക്കെ ഈ യൂത്ത് ക്യാമ്പിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്നവരാണ്. ഞങ്ങളോടൊക്കെ ഒത്തിരി കുട്ടികൾ പറയാറുണ്ട്, പാസ്റ്ററെ ചർച്ചിൽ കാണുന്നതല്ല വീട്ടിൽ, ഇതൊന്നും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മേല. നിങ്ങളുടെ പൊളിറ്റിക്സ് ഒന്നും പിള്ളേർക്ക് കാണണ്ട കേട്ടോ, കാര്യം നിങ്ങളുടെ മക്കളൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ചർച്ചിനകത്ത് നടത്തുന്ന നാടകങ്ങളൊന്നും പിള്ളേർക്ക് കാണണ്ട. നിങ്ങളിലൂടെ യേശു ഉയരണം. മക്കളെ കൃപയ്ക്കകത്ത് നിർത്തണോ? മക്കളെ കൃപയ്ക്കകത്ത് നിർത്തണോ? യേശുവിനെ വെളിപ്പെടുത്തണം വീടിന്റെ അകത്ത്. സ്തോത്രം. ഞാൻ ഈ കാലഘട്ടത്തെ വിവേചിച്ച് പ്രസംഗിക്കുകയാണ്, ഈ തലമുറയെ കണ്ട് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ യേശുവിനെ ഉയർത്തണം. പൗലോസ് പറഞ്ഞു, ഒരു പ്രയോഗം കൂടെ പറഞ്ഞ് നിർത്താം, എന്നോട് പറഞ്ഞ സമയമാണ്. പൗലോസ് പറഞ്ഞ ഒരു പ്രയോഗം, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പൗലോസേ, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അല്ല, വിദ്യാഭ്യാസത്താൽ ഭ്രാന്ത് പിടിച്ചു എന്ന ഫെസ്തോസ് പൗലോസിനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര വിദ്യാഭ്യാസമുള്ളവൻ, സ്കൂൾ ഓഫ് ഗമാലിയേലിലാണ് പഠിച്ചത്. തക്ഷശില പോലെ, നളന്ദ പോലെയുള്ള പ്രാചീന വിദ്യാപീഠം, അവിടെ പഠിച്ചവൻ. ഒത്തിരി അറിയാം, ഗ്രീക്ക് ഫിലോസഫി അറിയാം അദ്ദേഹത്തിന്, സ്തോത്രം, സാഹിത്യം അറിയാം അദ്ദേഹത്തിന്. പക്ഷെ തന്റെ ഫിലോസഫിയും തന്റെ സാഹിത്യവും തന്റെ ദൈവശാസ്ത്ര അറിവുകളുമെല്ലാം ക്രൂശിക്കപ്പെട്ടവന്റെ അടുക്കൽ വന്നപ്പോ ഒന്നുമല്ലാതായി മാറി. അതുകൊണ്ട് പറയും, എന്റെ ജ്ഞാനത്തെക്കാൾ, എന്റെ ഫിലോസഫിയേക്കാൾ, എന്റെ ദൈവശാസ്ത്ര ബോധ്യത്തെക്കാൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അയ്യോ, ആ തിരിച്ചറിവുണ്ടായപ്പോഴാണ് പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്കിരിക്കണം. ഹല്ലേലൂയ. യവനന്മാർക്ക് ഭോഷത്വം, യഹൂദന്മാർക്ക് ഇടർച്ച. പൗൽ പറയുന്നു, പക്ഷെ ഞാൻ ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കത്തുള്ളൂ. ഇടർച്ചയും ഭോഷത്വമെന്ന് പറയുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ യേശുവിനെ ഉയർത്തും. അതാണ് പൗൽ പറയുന്നത്. ഈ വെളിപ്പാടിലേക്കാണ് വരേണ്ടത്. മറ്റെന്തിനേക്കാളും ഉന്നതനാണ് യേശു എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, എല്ലാറ്റിനേക്കാളും മീതെയാണ് യേശു. ഹല്ലേലൂയ. എപ്പോഴാണ് ഇത് നമ്മൾ വെളിപ്പെടുത്തുന്നത്? അപ്പോ പഴയ പാമ്പിന്റെ ശക്തി 10 മടങ്ങ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. എവിടെയാണ് മനുഷ്യപുത്രൻ ഉയരുന്നത്, അവിടെ ഇതിന്റെ പ്രവർത്തികൾ തീരും. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കുന്നു. ഈ പഴയ പാമ്പിന്റെ അറ്റാക്ക് നിങ്ങളുടെ തലമുറയുടെ മീതെ നിങ്ങൾ കാണുന്നുവോ? മനുഷ്യപുത്രൻ ഉയർന്നാൽ മതി, ഇത് കീഴടങ്ങും, ഇത് കീഴടങ്ങും. ഞാൻ വാക്കുകളെ അവസാനത്തെ കുത്തിട്ട് നിർത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ആ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കണ്ണുകളെല്ലാം അടച്ചേ, കണ്ണുകളെല്ലാം അടച്ചേ, അതിരങ്ങളെല്ലാം തുറന്നേ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വാ നീ യേശുവിങ്കൽ വാ. ഓർക്കസ്ട്ര കയറി വന്നാട്ടെ. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശു യേശു യേശു. ആ വാക്ക് എല്ലാ അധരങ്ങളിലും ഒന്ന് പുറത്തു വരട്ടെ, എല്ലാ അധരങ്ങളിലും ഒന്ന് പുറത്തു വരട്ടെ, എല്ലാ അധരങ്ങളിലും ഒന്ന് പുറത്തു വരട്ടെ, എല്ലാ അധരങ്ങളും പുറത്തു വരട്ടെ. യേശു എന്ന വാക്കൊന്ന് ആവർത്തിച്ച് പറഞ്ഞ്, എല്ലാ അധരങ്ങളും തുറന്നു പറഞ്ഞ് യേശു. യേശു മാത്രം,
യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. പഠിക്കേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നേ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. അക്കരമത് ഉയർത്തി പിടിച്ച് പാടുകേ. യേശു മാത്രം പാടുക. യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. ഒരുമിച്ച് പാടുകേ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. ഹൃദയത്തിൽ നിന്ന് അവരെ ചേർന്ന് പാടിക്കേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ യേശുവേ പോലെ ആരുമില്ല എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോലാരുമില്ല. ചേർന്ന് പാടിക്കുക. യേശുവേ പോൽ, യേശുവേ പോലെ ആരുമില്ല എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോലാരും. ഒരിക്കൽ കൂടെ പാടിക്കുക. ഒരിക്കൽ കൂടെ ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച്. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോൽ, യേശുവേ പോലെ ആരുമില്ല എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോൽ. എല്ലാവരും കൂടെ ചേർന്ന് പാടിക്കുക. സ്വന്തമുയർത്തി. യേശുവേ പോൽ, യേശുവേ പോലെ എന്റെ പ്രിയനെ, എന്റെ പ്രിയനെ പോലാരുമില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടിക്കേ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന്, എന്റെ പ്രാണപ്രിയന്. ഓ എന്റെ യേശുവിന് മഹത്വം. എന്റെ ഇവിടെ ആരാധന ഉയരുമ്പോ മൈലുകൾക്കപ്പുറത്ത് നിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി ഊരി പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി തുടങ്ങുകയാണ്. ഓ ഒരിക്കൽ കൂടെ എന്റെ യേശുവിന്, എന്റെ യേശുവിന്. ഓ എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ പ്രാണപ്രിയ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് ഒരുമിച്ച് ഒരിക്കൽ കൂടെ പാടിക്കേ. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയ, എന്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ
എന്റെ പ്രാണപ്രിയന്, എന്റെ യേശുവിന്, എന്റെ യേശുവിന്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ജനത്തിന്റെ ഇടയിൽ ഒരു വേവ് പോലെ അവിടുന്ന് ചലിച്ചു തുടങ്ങണമേ. ഈ ജനത്തിന്റെ ഇടയിൽ ഒരു വേവ് പോലെ അവിടുന്ന് ചലിച്ചു തുടങ്ങണമേ. ഈ ജനത്തിന്റെ ഇടയിൽ ഒരു വേവ് പോലെ ചലിച്ചു തുടങ്ങണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ധനങ്ങളും തുറന്നാട്ട്, എല്ലാ ധനങ്ങളും തുറന്നാട്ട്, എല്ലാ ധനങ്ങളും തുറന്നാട്ട്. മൗനമാകരുത്. ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങുകയാണ്. ഞാൻ വെളിപ്പാടിൽ കാണുന്ന കാഴ്ച പറയാം. ഊരിപ്പിടിച്ച വാളുമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലർക്കെതിരെ സാത്താന്യ മണ്ഡലങ്ങൾ വിരിച്ച ചില കെണികളെ, ചില ചതികളെ, ചില വഞ്ചനകളെ ഇന്ന് രാത്രി മൂച്ചൂടം മുറിച്ചു മാറ്റി കളയത്തക്ക വിധത്തിൽ ഈ രാത്രി ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാം. ചില അകാല മരണങ്ങളുടെ കേട്ടുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ദുരന്ത വാർത്തകളെ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ക്യാൻസൽ ചെയ്യുന്നു. ചില വമ്പൻ പ്രതിസന്ധികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നതുപോലെ ഇന്ന് രാത്രി ഡേറ്റ് പറഞ്ഞ്, സമയം പറഞ്ഞ് ചില കുടുംബങ്ങൾക്കെതിരെ സാത്താന്യ മണ്ഡലങ്ങൾ കരുതി വെച്ച ചില എതിരുകളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വെട്ടിക്കളയുന്നു. എത്ര പേർ ആത്മാവിൽ ആരാധിക്കും? ആരാധിക്കുവാൻ കഴിവുള്ളവർ പരിസരം മറന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്, ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്, ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി യോഗം പരിസമാപിക്കുമ്പോ വെറുതെ ഇത് അവസാനിക്കുകയല്ല. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി യോഗത്തെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് അഭിഷേകത്തിൽ ആരാധിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ ദൈവിക നിറവ് വ്യാപരിക്കട്ടെ. എല്ലാ ജാതികളുടെ അകത്ത് നിന്ന്, എല്ലാ വഞ്ചനയുടെ അകത്ത് നിന്ന്, എല്ലാ തകർച്ചകളുടെ അകത്ത് നിന്ന് ഇന്ന് രാത്രി തലമുറകൾ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി മേൽ നീ വഞ്ചനയ്ക്കകത്തല്ല, ഇനി മേൽ നീ പിടിക്കകത്തല്ല, ഇനി മേൽ പഴയ പാമ്പിന്റെ കെട്ടിനകത്തല്ല. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പുറത്തു വാ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എത്ര പേർ പരിസരം മറന്ന് കരമടിച്ച് കർത്താവിനെ ആരാധിക്കും, കരമടിച്ച് കർത്താവിനെ ആരാധിക്കും. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി ഇതൊരു സുവിശേഷ യോഗമാണല്ലോ. കർത്താവ് എനിക്കൊരായുസ് തന്നാൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? റോഡിൽ നിൽക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എനിക്കൊരായുസ് തന്നാൽ യേശുവിനെ ഉയർത്തുകയായിരിക്കും എൻ്റെ ലക്ഷ്യം. യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. തലയ്ക്ക് മീതെ കരം ഉയർത്തിപ്പിടിച്ച്, തലയ്ക്ക് മീതെ കരം ഉയർത്തിപ്പിടിച്ച്. ഇന്ന് രാത്രി അത് റെജിപ്പാസ്റ്റർക്ക് കാണാനോ വീഡിയോയിൽ കാണാനോ ഒന്നുമല്ല. ഇതൊരടയാളം, ഇതൊരടയാളം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഒരു പ്രതിഷ്ഠയാ. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ, എൻ്റെ തലമുറ അങ്ങനെ ഉപയോഗിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ തലമുറ അങ്ങനെ ഉപയോഗിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ മരുമക്കളുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ കൊച്ചുമക്കളുടെ പേര് പറഞ്ഞ്, കർത്താവ് എൻ്റെ തലമുറയിൽ ചിലതിനെ കർത്താവെ അങ്ങ് തൊടണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ തലമുറയിൽ ഒരു പിന്മാറ്റക്കാരൻ പോലും ഉണ്ടാകരുതെന്നൊന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ തലമുറയിൽ, എൻ്റെ അനന്തര തലമുറയിൽ, അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ഒരു മദ്യപൻ ഉണ്ടാകരുത്. എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ തലമുറയിൽ ദൈവസഭയെ ബഹുമാനിക്കാത്ത, ദൈവവചനത്തെ ബഹുമാനിക്കാത്ത, ആമേൻ, ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുത്തനും എൻ്റെ തലമുറയിൽ ഉണ്ടാകരുത്. എത്ര പേര് പ്രാർത്ഥിക്കും? ഉച്ചത്തിനൊന്ന് പ്രാർത്ഥിച്ച്. ഇത് റെജിപ്പാസിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലല്ലോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഉച്ചത്തിന് പ്രാർത്ഥിക്കുക.
ഇത് ഭയങ്കര ഗൗരവത്തിന്റെ പ്രാർത്ഥനയാണ് കേട്ടോ. ഗൗരവത്തിന്റെ പ്രാർത്ഥനയാ. ദൈവം നിങ്ങൾക്ക് തരുന്ന തലമുറ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതും. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ, ജനിച്ചതും ജനിക്കാനിരിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ ഒരെണ്ണം ദൈവകൃപ വിട്ടു പോകരുത്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ടെന്ന് പറയുന്നത് പോലെ കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ഒരു പകർച്ച ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് അത് ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ. കരമം താഴ്ത്തിയിട്ടെ. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്തൊരു ചോദ്യം. സ്തോത്രം. ഇപ്പൊ കർത്താവ് തന്നിട്ടുള്ള തലമുറയിൽ ആരോഗ്യമുള്ളതിനെ, ബുദ്ധിയുള്ളതിനെ കർത്താവെ അങ്ങ് ഉപയോഗിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കരം ഉയർത്തിപ്പിടിച്ചേ ഒന്ന് പറഞ്ഞ്, എന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം. അവർ IPS ആകട്ടെ, IAS ആകട്ടെ. ഞങ്ങളുടെ ചർച്ചയിൽ IPS കാരുണ്ട് കേട്ടോ. അവർ IPS ആകട്ടെ, അവർ IAS ആകട്ടെ, ആരും ആകട്ടെ. ആമേൻ, ഹല്ലേലൂയ. അവർ ഡോക്ടർ ആകട്ടെ, അവർ എഞ്ചിനീയർ ആകട്ടെ, അവർ പ്രൊഫസർ ആകട്ടെ, ടീച്ചർ ആകട്ടെ, ആരുമാകട്ടെ. കരമുയർത്തി പറ, കർത്താവ് എവിടെ ചെന്നാലും, ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് ജോലി ചെയ്താലും, IT പ്രൊഫഷണൽ ആയാലും, മെഡിക്കൽ ഫീൽഡ്, ഏത് ഫീൽഡിൽ ചെന്നാലും എന്റെ തലമുറയെ സുവിശേഷാത്മാവ് കൊണ്ട് നിറച്ചു കൊള്ളണമേ. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഇത്രയും മാതാപിതാക്കൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കറിയാം ഒരു വലിയ കൂട്ടത്തെ ദൈവം ആ വിധത്തിൽ നിറയ്ക്കും. ഈ പ്രാർത്ഥന ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാ. കർത്താവേ, ഇത്രയും അപ്പന്മാര്, അമ്മമാര് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവെ അവരുടെ തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണല്ലോ. ജോലി ചെയ്യുന്നവരുണ്ട്, നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മിലിറ്ററിയിലുണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്. കർത്താവെ, അങ്ങനെ ഏത് ഏരിയയിലുള്ളവരാണേലും ഞങ്ങൾക്ക് തന്ന തലമുറകൾ സുവിശേഷ വേലയുടെ ഭാഗമാകത്തക്ക വിധത്തിൽ അവരുടെ അകത്ത് സുവിശേഷാത്മാവ് കൈമാറ്റം ചെയ്യപ്പെടണം. കർത്താവെ, അങ്ങനെ അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ